അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളിൽ ഉന്നതനും വലിയ പാണ്ഡിത്യവും കവിയുമായ കൊണ്ടോട്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മൊയ്ൻകുട്ടി വൈദ്യർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ രചിക്കപ്പെട്ട കൃതിയാണ് ബദർ. ആ ബദർ യുദ്ധ പടപ്പാട്ട് അദ്ദേഹം ആരംഭിക്കുന്നത് എങ്ങനെ, അതാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അഹദത്തിലെ അലിഫ് അലിഫിലമഗമിയം അലിഫാക്ഷര പൊരുൾ ബിസ്മില്ലാ. അരിമാക്കലെ കുത്തുബനുദിനം ഖുർആനിൻ അളകൂറ്റലകുറി ബിസ്മില്ലാ. അഹദത്തിലെ അലിഫ് അത് വർണ്ണിക്കാൻ ഒരു 2-3 ദിവസം ആവശ്യമാണ്. എന്നാൽ അലിഫക്ഷര പൊരുൾ ബിസ്മില്ല, എല്ലാതിൻ്റെയും സങ്കേതമായ അരിമക്കലൈ കുത്തുബനുദിനം ഖുർആനിൽ 114 അധ്യായങ്ങളുടെയും തലക്കുറിയായ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, അതുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ആ ബിസ്മിയുടെ മഹത്വം നമുക്കൊന്ന് പരിശോധിക്കാം. മഹാകോയി മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നത്, ബദറ പട കൊടു കവിനുവൽ വാദിൻ മുതൽ വരിബതബ് തദി ബിസ്മില്ലാ. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാണ് ഞാൻ ബദർ പടപ്പാട്ട് തുടക്കുന്നത്. എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇറക്കിക്കൊടുത്തത് മഹാനായ അബൂനാബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിനായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 1000ഓളം വർഷം അത് കൈകാര്യം ചെയ്തു. സ്വർഗലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സ ഇറക്കിക്കൊടുത്തതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബഹുമാനമാക്കപ്പെട്ട വാക്യം കൊണ്ടാണ് മഹാനായ അബൂനാബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം ഒറ്റക്ക് അതുപോലെ തന്നെ ഈ ഇന്ത്യ രാജ്യത്ത് ഭൂമിയിൽ ജീവിച്ചത്. ഇന്ത്യ രാജ്യത്താണ് ഇറങ്ങിയത്, സിലോണിൽ ആദം മലയിൽ. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അത് മഹാനായ ആദം നബി അലൈഹിസ്സലാം കൈകാര്യം ചെയ്തു. ആദം നബിയുടെ വഫാത്തിന് ശേഷം പിന്നെ അത് നീങ്ങിയത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിലേക്കാണ്. അങ്ങനെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ കപ്പൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ സലാത്തു. അങ്ങനെ ആ ബിസ്മി കൊണ്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ കപ്പലോട്ടി എന്നാണ് ചരിത്രം പറയുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 980 വർഷക്കാലത്തെ ജീവിതത്തിന് ശേഷം വീണ്ടും അത് ബിസ്മില്ലാഹി ഉയർത്തപ്പെട്ടു എന്ന മക്കൾക്ക് കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചില്ല എന്നാണ് ഈ പറയുന്നത്. പിന്നെ അത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനാണ് ഇറക്കപ്പെട്ടത്. അഥവാ തീക്കുണ്ടാരത്തിൽ, നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ അകപ്പെട്ടപ്പോൾ അവിടെ രക്ഷയായി ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നോതിക്കൊണ്ടാണ് അദ്ദേഹം ജയം പ്രഖ്യാപിച്ചത്. അവിടുന്ന് രക്ഷപ്പെട്ടത്. പിന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലശേഷം പിന്നെ ഇറക്കപ്പെട്ടത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബിക്കായിരുന്നു, അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജാധികാരം എല്ലാ നിലക്കും ബിസ്മി കൈകാര്യം ചെയ്തുകൊണ്ടായിരുന്നു ഹുദൂദക്ക് എഴുതിയ, ഹുദ്ഹുദയുടെ അടുക്കൽ കൊടുത്തയച്ച കത്തിൽ എഴുതിയ ബിസ്മി അത് ഈ ബിസ്മിയാണ്. അത് കൈകാര്യം ചെയ്യാൻ മഹാനായ സുലൈമാൻ നബിക്കാണ് ഭാഗ്യം ലഭിച്ചത്. അതിനുശേഷം പിന്നെ മഹാനായ
യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുലൈഖയുടെ പിടുത്തത്തിൽ 7 റൂമുകൾ ഉണ്ടാക്കി അടക്കപ്പെട്ട് സുലൈഖ പൂട്ടപ്പെട്ടപ്പോൾ ആ 7 പൂട്ടുകളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ചാവി കൊണ്ടാണ് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം തുറന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടതെങ്കിൽ അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വീണ്ടും അത് ഉയർത്തപ്പെടുകയുണ്ടായി. അത് മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. പിന്നെ അത് ഇറക്കപ്പെട്ടത് അഷ്റഫുൽ ഖൽഖ് ഷഫീഉൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാൻ്റെ റസൂലിനാണ്. പിന്നെ ബിസ്മി ഖുർആനിലൂടെ തിലകക്കുറിയായി എല്ലാ അധ്യായങ്ങളുടെയും തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ അള്ളാൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം അത് ഉയർത്തപ്പെട്ടില്ല. അത് അവിടുത്തെ ഉമ്മത്തുകളായ പാപികളും ദോഷികളുമായ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഉപയോഗിക്കാനുള്ള ഭാഗ്യം ലഭിച്ച മഹത്തുക്കളാണ് നമ്മൾ. അത് ഉയർത്തപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ മഹ്ശറാവൻ സഭയിൽ നന്മതിന്മകൾ തൂക്കുന്ന സമയത്തും നമ്മളുടെ മുൻഗാമികളായ ആളുകളുടെ നന്മതിന്മകൾ തൂക്കുമ്പോൾ ഒരു തട്ടിൽ അവരുടെ എല്ലാ അമലുകളും നമ്മളുടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മളുടെ അമലുകൾ ഒരു തട്ടിൽ ഫാത്തിഹ ഒരു തട്ടിലും വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉപയോഗിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിൻ്റെ കാരണത്താൽ നമ്മളുടെ തട്ടായിരിക്കും തൂങ്ങി നിൽക്കുക. അപ്പോൾ മുൻഗാമികൾ ചോദിക്കും, പടച്ചവനെ ഇതെന്ത് കഥയാണ്? ഞങ്ങളുടെ മുഴുവൻ അമലുകളും ഒരു തട്ടിലും ഇവരുടെ അമലുകൾ ഒരു തട്ടിലും വെക്കുമ്പോൾ എന്താ അപ്പോൾ അതുപോലെ തൂങ്ങണത്? അപ്പോൾ അള്ളാഹു പറയും, മക്കളെ നിങ്ങൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടായിരുന്നില്ല. അത് ഉപയോഗിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്ത്. എൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തിന് അത് ഭാഗ്യം ചെയ്തിരിക്കുന്നു ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് അവരുടെ തുലാസിന് കനം തൂങ്ങുന്നതെന്ന് മഹാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ആളുകളോട് മുൻഗാമികളോട് പറയപ്പെടുമ്പോൾ അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് മോയിൻകുട്ടി വേദിനി ഇവിടെ പറയുന്നത്, ബഹറ ഖുർആനിൻ പൊരുൾ മുഴുതടകിനെ വരിശ കടൽ പതി ബിസ്മില്ലാ ബദറ പടകോടു കവിൻ മുൽവൽ അതിൻ മുതൽ വരിബ തബ് തദി ബിസ്മില്ലാ വഹിദത്തൊയില്ലകിലമു കമരമേ വഹിയാ തിരുമൊളി ബിസ്മില്ലാ. മഹാനായ അലിയും കറമല്ലാഹു വജ്ഹു ഒരു ദിവസം തൻ്റെ കൂട്ടുകാരായ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ബിസ്മിയുടെ മഹത്വം ഞാൻ എഴുതുകയാണെങ്കിൽ എനിക്ക് 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ഭാരം കണ്ട് ബിസ്മിയുടെ മഹത്വം എനിക്ക് എഴുതാൻ കഴിയുമെന്ന് മഹാനായ അലി എന്ന ഖോജ. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ടോ, മഹാനായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ സഹാബാക്കളുടെ ഇടയിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അലി എന്നവരെ, ബിസ്മിയുടെ മഹത്വം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ആ സമയം മഹാനായ അലി തങ്ങൾ ഒരൊറ്റ പോയിന്റ് പറഞ്ഞു കൊടുത്തു, നിങ്ങളാരെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കാരണമായിട്ട് ഒരു രോഗവും ഉണ്ടാകുകയില്ല സഹാബ എന്ന് മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അലിയാർ തങ്ങളെ, നിങ്ങളാ പറഞ്ഞത് ശരിയല്ല. ഞാൻ ഇന്നലെ 4-5 പത്തിരി തിന്നിട്ടുണ്ട്. ആ പത്തിരി തിന്നപ്പോൾ ബിസ്മി ചൊല്ലിയിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ശക്തമായ വയറുവേദനയാണ്. ആ സമയം മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെ. പക്ഷേ ആ പത്തിരി തിന്നപ്പോൾ അപ്പുറത്ത് ഒട്ടകം പൊരിച്ചത്, ഇപ്പുറത്ത് ആട് പൊരിച്ചത്, അങ്ങനെ പല വിഭവങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്നെടുത്ത് തിന്നപ്പോൾ നീ ബിസ്മി ചൊല്ലിയിട്ടില്ല. ജിൻസ് മാറുന്നതിനനുസരിച്ച് ബിസ്മി ചൊല്ലണം. അതാണ് നിനക്ക് സംഭവിച്ചു പോയതെന്ന് മഹാനായ അലി എന്ന ഖോജ.
അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മഹാകവി മൊയ്ൻകുട്ടി വേദിര് പറയുകയാണ്, മാഹുന്നു പൗതമധു പയസുരനദികളിൻ മണത്തലകൾ ഫി ബിസ്മില്ലാ, മണത്തലകൾ ഫി ബിസ്മില്ലാ. അള്ളാഹിൻ്റെ റസൂല് അള്ളാഹുവിനെ കാണാൻ വേണ്ടി മേറാജിൻ്റെ രാത്രിയിൽ ആകാശരോഹണം നടത്തിയപ്പോൾ 7 ആകാശലോകങ്ങളും പിന്നിട്ടുകൊണ്ട് 70,000 മറകൾ പിന്നിട്ട് അവസാന മറയും പിന്നിട്ട് അള്ളാഹുവിനെ കണ്ട് സംസാരിച്ചില്ലേ. അങ്ങനെ 70,000 മറകൾ 7 ആകാശവും കഴിഞ്ഞതിന് ശേഷം ഒരു മറയിൽ നിന്ന് മറ്റേ മറയിലേക്കുള്ള ദൂരം 500 വർഷത്തെ ദൂരം. അങ്ങനെ 70,000 മറകൾ 7 ആകാശത്തിൻ്റെ അപ്പുറം മാലാഖ അഥവാ ഒരു പറക്കും തളിക ഇറങ്ങി വന്നുകൊണ്ട് ഹബീബായ നബി തങ്ങളെ കൊണ്ടുപോയി അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ സവിധത്തിലേക്കെങ്കിൽ അവിടുന്ന് ഹബീബായ നബി തങ്ങൾ സഹാബത്ത് അള്ളാഹിൻ്റെ റസൂലും സഹാബത്തും അള്ളാഹിൻ്റെ റസൂലും അള്ളാഹും നേരിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഓശാരമായി നൽകിയതാണ് തഹിയ്യാത്ത്. ഏതായാലും അങ്ങനെ നൽകിക്കൊണ്ട് തിരിച്ചു പോന്നപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കൗതുകകരമായ അത്ഭുതകരമായ പല സംഭവങ്ങളും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് അള്ളാഹിൻ്റെ റസൂലിനെ കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്നതാ അള്ളാഹിൻ്റെ റസൂല് നടന്നു പോകുന്ന വഴിയിൽ അതിമനോഹരമായ ഒരു കുബ്ബ കാണുകയാണ്. അതിമനോഹരമായ രത്നം കൊണ്ട് അതുപോലെ തന്നെ മുത്തുകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട അതിമനോഹരമായൊരു കുബ്ബ. ആ കുബ്ബ പൂട്ടപ്പെട്ടിരിക്കുന്നു. ഉടനെ തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളതിനെ മെയിൻറ്റ് ചെയ്യാതെ പോയത്? ആ സമയം പറഞ്ഞത് പൂട്ടപ്പെട്ടിരിക്കുകയാണല്ലോ. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ചാവി കൊണ്ട് തുറക്കു നബിയേ. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ചാവി കൊണ്ട് ആ പൂട്ടങ്ങ് തുറന്നപ്പോൾ ആ കുബ്ബയുടെ ഉള്ളിൽ അതിമനോഹരമായ തേനിനാലും അതുപോലെ തന്നെ കള്ളിനാലും ശുദ്ധജലത്തിനാലും പാലിനാലുമുള്ള വലിയ ഒരുപാട് നദികൾ, ഒരുപാട് പൂന്തോട്ടങ്ങൾ, വിശാലമായ ഒരു ലോകം തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സ അവിടെ സംവിധാനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ ജിബ്രീൽ പറഞ്ഞു, നബിയേ നമുക്കിവിടെ ഒന്ന് ചുറ്റിക്കാണാം. അങ്ങനെ അള്ളാഹിൻ്റെ റസൂലതാ അത് ചുറ്റിക്കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ നദികൾ എവിടെയാണ്, എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നറിയണമെന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞപ്പോൾ ജിബ്രീൽ അതിൻ്റെ ഉത്ഭവസ്ഥാനം കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ബിസ്മിയുടെ ബായിൽ നിന്നാണ് ഒരു നദി ഉത്ഭവിക്കുന്നത്, മറ്റൊന്ന് ബിസ്മിയുടെ മീമിൽ നിന്നാണ്, മറ്റൊന്ന് അർ-റഹ്മാൻ്റെ മീമിൽ നിന്നാണ്, മറ്റൊന്ന് അർ-റഹീം എന്നതിൻ്റെ മീമിൽ നിന്നാണ്. ഇങ്ങനെ ബിസ്മിയിൽ നിന്നാണ് ആ 4 നദികളും അഥവാ കള്ളിനാലും പാലിനാലും ശുദ്ധജലത്തിനാലും തേനിനാലുമുള്ള നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ ജിബ്രീൽ ചോദിച്ചു, നബിയേ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കി, ഇനി ഇത് എവിടേക്കാണ് ചെന്ന് ചേരുന്നതെന്നറിയണ്ട നബിയേ. ആ സമയം അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നഅം യാ ജിബ്രീൽ, എവിടേക്കാണ് ചെന്ന് ചാടുന്നതെന്ന് എനിക്കറിയണം. ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകനോട്, നബിയേ ഈ 4 നദികളും ചെന്ന് ചേരുന്നത് അവിടത്തേക്ക് അല്ലാഹു നൽകിയ ഹൗദുൽ കൗസറിലേക്കാണ് നബിയേ. അതാണ് അപ്പോൾ ഈ 4 നദികളും ഉത്ഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ നിന്നാണ്. അതാണ് മഹാകവി മൊയ്ൻകുട്ടി വേദിര് പറഞ്ഞത്, മഹ്ലാപുദമധു പയസുര നദികളിൻ മണത്തലകൾ ഫി ബിസ്മില്ലാ, മഊത്തമമുര റഹ്മാനി റഹീമിനിൽ വബിഹി തൗഫീഖദരുളല്ലാ. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്താക്കപ്പെട്ട വചനം കൊണ്ട്, ആ മഹത്തായ വചനം കൊണ്ട് പാപിയും ദോഷിയുമായ ഈ മൊയ്ൻകുട്ടി ബദർപ്പട കെട്ടുകയാണ്. അതിനുള്ള തൗഫീക്ക് നീ തന്തരുളിയാലും എന്ന് ബഹുമാനപ്പെട്ട മഹാകവി മൊയ്ൻകുട്ടി വേദിയിൽ ദുആ ചെയ്യുകയാണ്. മാത്രമല്ല ആദി കല്ലിമയം കടുക്കലം അനുദിനം അരക്കുറുസാറുഷും എല്ലാം ആക്കി ഖലായിക്ക് നിഅമത്തിൽ ചെയ്യും ശുക്ർ
ആകെ സ്തുതി പുകളുകളില്ല. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൻ്റെ മഹത്വം ഇനിയും വൈദ്യരി വിവരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ചോറ് വയ്ക്കാൻ സമയമായതുകൊണ്ട് വൈദ്യരിഞ്ഞ് അടുത്ത എപ്പിസോഡിലെ വിവരിക്കൂ എന്ന് അറിയിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് അത് അങ്ങനെ കേൾക്കാം.